ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളൊക്കെയും പ്രാർത്ഥിക്കുന്നവരാണ്. കുടുംബ പ്രാർത്ഥനയും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളുമൊക്കെ ഉള്ളതാണ്. എന്തിനാണ് കുടുംബ പ്രാർത്ഥന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമായ കർത്താവ് ആദിയിൽ ആദത്തിനെയും ഹവ്വയുടെയും ഒപ്പം സായം സന്ധ്യകളിലാണ് ചെലവഴിച്ചിരുന്നത്. കുടുംബ പ്രാർത്ഥനയിൽ, കുടുംബത്തിൽ ഒന്നിച്ചിരുന്നുള്ള പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ദൈവം കടന്നു വരിക തന്നെ ചെയ്യും. ഈ 4 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുപോലെ തന്നെ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പേഴ്സണൽ പ്രെയർ എന്ന് പറയുന്നത്, വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് മാത്രമായി ചുരുങ്ങാറുണ്ട്. എന്നാൽ ആ പേഴ്സണൽ പ്രെയറിൽ ഒരു 5 ഘടകങ്ങളുണ്ടെങ്കിൽ ആ പ്രാർത്ഥന പൂർണ്ണമാകും. ആ 5 ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പാണ് കൊടുക്കേണ്ടത്. ദൈവത്തിന് സ്തുതി പറയണം. രണ്ടാമതായിട്ട് താങ്ക്സ് ഗിവിങ്, ദൈവത്തിന് നന്ദി പറയണം. അമ്മയുടെ ഉദരത്തിലായിരുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ദൈവം നമ്മളെ കാത്തു പരിപാലിച്ച ആ വലിയ കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. മൂന്നാമതായിട്ട് റെപ്പൻറ്റൻസ്, നമുക്കൊരു അനുതാപമുണ്ടാകണം. ഒരു ദിവസം ഒരു മനുഷ്യൻ ഏതാണ്ട് 50 പാപത്തോളം ചെയ്യുന്നുണ്ട്. ആ പാപത്തെക്കുറിച്ച് ഓർത്ത് ഒന്ന് അനുതപിക്കാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, സക്കേവൂസ് ദൈവത്തെ കാണാൻ ആഗ്രഹിച്ച് അനുതപിച്ചപ്പോൾ ആ കുടുംബം മുഴുവനും രക്ഷപ്പെട്ടു എന്നുള്ളത്. നാലാമതായിട്ട് ഇൻ്റർസെസറിയാണ്, മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകും. എന്നാൽ അതല്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. നേരെ മറിച്ച് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ വേദനിപ്പിക്കുകയും നമ്മളെ മുറിപ്പെടുത്തുകയും ചെയ്തവർക്ക് വേണ്ടിയിട്ടൂടെ അവരുടെ സാമ്പത്തികമായ മേഖലകൾ, അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ, അവരുടെ ഭൗതികമായ ആവശ്യങ്ങൾ ഒക്കെ നേടാൻ, ആത്മീയമായ ആവശ്യങ്ങൾ ഒക്കെ നേടിയെടുക്കാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജോബ് 42:10 പറയുന്നുണ്ട്, ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിനുണ്ടായിരുന്ന ഐശ്വര്യം തിരികെ എടുത്തു, അത് ഇരട്ടിയാക്കി തിരികെ കൊടുത്തു എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുകയും മുറിപ്പെടുത്തുകയും ചെയ്തവർക്ക് വേണ്ടി നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഇരട്ടിയായിട്ട് പ്രതിഫലം നമുക്ക് ലഭിക്കും. അഞ്ചാമതായിട്ടാണ് പെറ്റീഷൻ, അപേക്ഷ നമ്മൾ ദൈവത്തെങ്കിൽ സമർപ്പിക്കേണ്ടത്. ഈ 5 കാര്യങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾ 5 മിനിറ്റേ പ്രാർത്ഥിക്കുന്നുള്ളായിരിക്കാം, എങ്കിലും ഈ 5 മിനിറ്റ് നേരത്തേക്ക് ഈ 5 ഘടകങ്ങളും ഒരുപോലെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഇനി മുതൽ നമുക്ക് ശ്രമിക്കാം. ആമേൻ.